നമസ്കാരം. സ്ഥാനാർത്ഥി പട്ടിക നിർണയത്തിന് ശേഷം വിവിധ മേഖലകളിൽ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും ഒക്കെ യോഗങ്ങൾ നടക്കുകയാണ്. മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയും ബ്രാഞ്ച് ബൂത്ത് അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെ എല്ലാ സംഘടനകളുടെയും, പ്രത്യേകിച്ചും CPM യുവജന സംഘടനയായ DYFI-യുടെ യോഗങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യോഗങ്ങളിലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും തെറിവിളിയും കയ്യാങ്കളിയുമാണ് എന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളം കൂട്ടലും ഒക്കെ ഉണ്ടായി എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ CPM-ന്റെയും CIT-യുടെയും ഒക്കെ തന്നെ DYFI-യുടെയും ഒക്കെ തന്നെ വിവിധ യോഗങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പലതരത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ തല്ലുമൊക്കെയാണ് CPM-ൽ നടക്കുന്നത്. മാത്രമല്ല ഭരണവിരുദ്ധത, അതായത് ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റുവാങ്ങിയപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഒക്കെ തന്നെ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ടുവരെ വിവിധ യോഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും ചെടി വാരിയെറിയുകയും ചെയ്ത സഖാക്കളെ നമ്മൾ കണ്ടു. അതിന് സമാനമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ചെളി വാരിയേറും പരസ്പരം കുറ്റപ്പെടുത്തലുകളും ചീത്തവിളികളും തെറിവിളികളും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരു പാർട്ടി എങ്ങനെ ഇല്ലാതാകുന്നു, ഒരു പാർട്ടിയെ എങ്ങനെ ജനങ്ങൾ വെറുക്കുന്നു, ജനങ്ങൾ ഒഴിവാക്കുന്നു, ഒരു നാട് തന്നെ ഒരു പാർട്ടിയെ ആകമാനം വെറുത്ത് കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കും, ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ തിരുത്തൽ ശക്തിയാണ്. ഇത് ഒരു പാർട്ടിയല്ലല്ലോ, ഒരു വ്യക്തിയല്ലേ, ഒരു വ്യക്തി, ഒരു തമ്പുരാൻ നയിക്കുന്ന ഒരു സംവിധാനമല്ലേ. അതിൽ അദ്ദേഹത്തിന്റെ സ്തുതിപാഠകന്മാരായിട്ട് കുറെ ആളുകളുണ്ട്. അത് എല്ലാ സഖാക്കൾക്കും എല്ലാ കാലത്തും എല്ലാം സഹിച്ചൊന്നും ഇരിക്കാൻ സാധിക്കില്ല. അതാണ് ഈ ചീത്തവിളികളുമായിട്ട് പുറത്തു വരുന്നത്. അതുപോലെ പ്രായമുള്ള സഖാക്കൾ, കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് ഞാൻ എൻ്റെ അയൽ ഗ്രാമത്തിൽ പോയപ്പോൾ 1-2 സഖാക്കളെ കണ്ടു. എൻ്റെ ഒരു കൂട്ടുകാരന്റെ വല്യച്ഛനാണ്. അദ്ദേഹം അവിടുത്തെ പാർട്ടിയുടെ വലിയ ഒരു മുഖമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ഒരു വൃദ്ധനായ വ്യക്തിയാണ്. ഒരു 85 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണാനിടയായി. സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ അമ്മാവ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. തെരഞ്ഞെടുപ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, പറ്റുകയാണെങ്കിൽ ഇപ്പോൾ വോട്ട് ചെയ്യും, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്ന് വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സഖാവ് എന്നോട് നേരിട്ട് പറയുകയാണ്. മിനിഞ്ഞാന്നുണ്ടായ സംഭവം ആലോചിച്ച് നോക്കൂ. എത്രമാത്രം മുതിർന്ന സഖാക്കളും യുവാക്കളും സ്ത്രീകളും അടക്കം ഈ പാർട്ടി വെറുത്തു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ പിന്നെ ഇത്തരത്തിൽ കയ്യാങ്കളികളും ഗൊഗ്ഗോവിളികളും ചീത്തവിളികളും തെറിവിളികളും ഒക്കെ ഉണ്ടാകും. അവസാനം എല്ലാം അങ്ങ് പൂട്ടിക്കെട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു എന്ന് ഒരു 10 വർഷം 15 വർഷത്തിന് ശേഷം ഇവിടുത്തെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് പാർട്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. അവനവൻ തന്നെ പാർട്ടിയെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സഖാക്കളും തമ്പുരാക്കന്മാരും എത്തി. പിന്നെ ജനങ്ങൾ എന്ത് പറയാനാണ്?